അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠനവിധേയമാക്കുകയും സിഹ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അനുഭവങ്ങളെ വിലയിരുത്തുകയും ചെയ്ത പണ്ഡിതന്മാർ സിഹ്റിനെ ധാരാളം ഇനങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. സിഹ്റിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുവാനും തുടക്കം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കാനും ഇവ അറിയുന്നത് ഉപകരിക്കും. അവ ചുരുക്കി ഈ വീഡിയോയിൽ വിശദീകരിക്കാം. ഒന്നാമത്തെ സിഹ്റ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യപ്പെടുന്ന സിഹ്റാണിത്. സിഹ്ർ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടിയാണ് ചെയ്യപ്പെടുന്നതെന്ന് സൂറത്തുൽ ബഖറയിലെ 102-ാം ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാർ തമ്മിലോ ബന്ധുക്കൾ പരസ്പരമോ അകൽച്ച ഉണ്ടാക്കുവാൻ വേണ്ടിയും ഈ സിഹ്ർ ചെയ്യാറുണ്ട്. സിഹ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ഇപ്രകാരം ഭിന്നിപ്പുണ്ടാക്കലാണെന്ന് അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. സിഹ്റിന്റെ ബഹുഭൂരിപക്ഷം ഇനങ്ങളും പിശാചിന്റെ സഹായത്തോടെയാണ്. പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സിഹ്ർ മൂലം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതെന്ന് ഇമാം ഇബ്നു കഥീർ വിശദീകരിക്കുന്നുണ്ട്. ഭാര്യയ്ക്കോ ഭർത്താവിനോ തന്റെ ഇണയിൽ അഭംഗി അനുഭവപ്പെടുകയോ സ്വഭാവ ദൂഷ്യം തോന്നിപ്പിക്കപ്പെടുകയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന് തടസ്സമുണ്ടാവുകയോ ഇണയോട് ദേഷ്യം തോന്നിപ്പിക്കുകയോ ചെയ്യുന്നതിലൂടെയാണ് സിഹ്ർ മൂലമുള്ള ഭിന്നിപ്പുണ്ടാകുന്നത്. വർഷങ്ങളോളം സ്നേഹത്തിലും പരസ്പര ബഹുമാനത്തിലും കഴിഞ്ഞു പോന്നിരുന്ന എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ ഒരു കാലം അവർക്കിടയിൽ കഴിഞ്ഞു പോയിട്ടില്ലെന്ന രീതിയിൽ പരസ്പരം വെറുപ്പും വിദ്വേഷമുള്ളവരുമായി തീർന്നത് കണ്ടിട്ടുണ്ട്. വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ പ്രശ്നങ്ങളിലേക്കും വിവാഹമോചനത്തിലേക്കും വരെ എത്തിക്കുന്നതിൽ ചിലപ്പോൾ അവരോട് അസൂയ വെച്ച് പുലർത്തിയവർ ചെയ്ത സിഹ്റിന് വലിയ പങ്കുണ്ടായിരിക്കും. ഇത്രയും കാലം ലോകത്തിലെ ഏറ്റവും സുന്ദരി നീയാണെന്ന് പറഞ്ഞിരുന്ന ഭർത്താവിന്റെ കണ്ണിൽ പിന്നെ ഭാര്യ കൺവെട്ടത്ത് വരുന്നത് പോലും വലിയ വെറുപ്പുണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് വൈരൂപ്യമൊന്നും ഉണ്ടാകാതെ തന്നെ ഭാര്യയെ ഭർത്താവിന്റെ കണ്ണിൽ വിരൂപിയാക്കുന്നത് സിഹ്റിന്റെ ഫലമായിരിക്കാം ചിലപ്പോൾ. മറ്റു ചിലർക്ക് തന്റെ ഇണ തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ പ്രശ്നമായിരിക്കും. എല്ലാത്തിനും പിന്നിൽ നടന്ന് കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും ഇത്തരക്കാർ മെനക്കെടുന്നത് കാണാം. പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ തന്നെ ഇത്തരം മാറ്റങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കാണുന്നുണ്ടെങ്കിൽ അത് സിഹ്റാണെന്ന് സംശയിക്കാവുന്നതാണ്. വീട്ടിന് പുറത്ത് മാന്യവും വിശാലമനസ്കരുമായി കഴിയുന്ന ചിലർ വീട്ടിൽ കയറിയ അങ്ങേയറ്റം ദേഷ്യമുള്ളവരും എന്തിനും ദേഷ്യം പിടിക്കുന്നവരുമായി തീരുന്നതും സിഹ്ർ ബാധിച്ചതിന്റെ ലക്ഷണമായിരിക്കാം. ആർക്കെതിരാണോ സിഹ്ർ ചെയ്യുന്നത് അയാളുടെ പേരും അയാളുടെ ഉമ്മയുടെ പേരും എടുത്തതിന് ശേഷം ഈ വ്യക്തിയുടെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ, മുടിയോ വസ്ത്രമോ പോലുള്ളവ എടുത്ത് അതുകൊണ്ട് സിഹ്ർ ചെയ്യുന്ന രീതിയാണ് ബഹുഭൂരിപക്ഷം സാഹിറന്മാരിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. ഇതല്ലെങ്കിൽ സിഹ്ർ ചെയ്ത വസ്തു ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലർത്തി നൽകാറുമുണ്ട്. രണ്ടാമത്തെ സിഹ്ർ ഭർത്താവിന് ഭാര്യയോട് സ്നേഹം ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്യുന്ന സിഹ്റിൽപ്പെട്ട ഒരു പ്രവൃത്തിയാണ്.